ഇവിടെ ബീഫ് എങ്ങനെ വില വരുന്നത്? 250 റുപ്യ. ഇനി വില കൂടുവോ? 10 കൊല്ലത്തിന് വില കൂട്ടൂല. 10 കൊല്ലത്തിന് വില കൂട്ടൂല. ഇവിടെ ആര് കൂട്ടിയാലും ഇതിന്റെ അടുത്ത് 250 റുപ്യ. നിങ്ങളടുത്ത് 250 റുപ്യക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബീഫ് കിട്ടും. നല്ല എ ക്ലാസ് നാടൻ കൊണ്ടുപോവാം. ഇവിടെ ഇപ്പൊ ഞാൻ 2-3 പ്രാവശ്യമായി വന്നിട്ട് സാധനം കൊണ്ടുപോണ്. നല്ല സാധനമാണ്, വിലയും കുറവാണ്. ഇപ്പൊ അതപ്പോ നമ്മള് ഗൾഫിൽ കൊടുത്തേക്കാൻ വേണ്ടിട്ട് വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇത് എടക്കൗത്ത്, ഇത് പുറമാന്ത്, ഇത് ഭാര്യ കീച്ചത്. കേരളത്തിന് നിങ്ങളെ യൂട്യൂബ് ഇതിൽ കണ്ടിട്ടേ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ വരുന്നുണ്ട്. ലക്ഷദ്വീപ് നടക്കം ആൾ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ആട്ടിറച്ചി എങ്ങനെയൊന്നും വില ഇവിടെ 650 റുപ്യ. 650 റുപ്യാണ് ആട്ടിറച്ചി റേറ്റ് വരുന്നത്. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റും. ബീഫ് കിലോ 250 രൂപ, ആട്ടിറച്ചി കിലോ 650 രൂപ. ഫ്രൂട്ട്സ്, പച്ചക്കറികൾ എന്ന് വേണ്ട ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഏറ്റവും വിലക്കുറവിൽ വിൽക്കുന്ന സ്ഥലം. ഇന്ന് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ആണ്. നിങ്ങളടുത്ത് ഷുഗറിനും ഇതിനൊക്കെ ക്യാൻസറിനൊക്കെ ഉള്ള ഒരു മരുന്നുണ്ട് അറിഞ്ഞിട്ട് അതെന്താ സംഭവം? ക്യാൻസർ കോശങ്ങളെ തടയാ, ക്യാൻസർ കോശങ്ങളെ തടയാനുള്ള മരുന്ന് പുളിവണ്ട. ഇത് നമ്മളെ സുഡാനിൽ നിന്ന് വരുന്ന ഒരു ചെമ്പരിച്ചാണ്, ഹിബിസ്കസ് സബ്ദാരിഫ. ഇതാണ് ക്യാൻസർ കോശങ്ങളെ തടയുന്നത്. കോശങ്ങളെ തടയും. ഇതെങ്ങനെ കഴിക്കണ്ട? ഇതെങ്ങനെയാ ചോദിച്ചാൽ നമ്മളെ വെള്ളം തിളപ്പിക്കാം, ചായക്ക് തിളപ്പിക്കുന്ന പോലെ. എന്നിട്ട് എന്ത് ചെയ്യുക, 2 ഇതളുകൾ ഇടുക. ഈ ഷുഗർ ഇല്ലാത്ത ആളുകൾക്ക് പഞ്ചസാര ഇടുക. ടേസ്റ്റിന് വേണ്ടിയിട്ട് പുതിന, ഇഞ്ചി, നാരങ്ങൊക്കെ പിഞ്ഞി ഉപയോഗിക്കാം. ഇത് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കാം. ഇതൊക്കെ എങ്ങനെ റേറ്റ് എങ്ങനെ വരുന്നത്? ഇത് 150 രൂപ, 150 രൂപ. പിന്നെ വേറെ എന്തൊക്കെയാ കൊടുക്കുന്നത് നിങ്ങൾ? ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയുള്ളത്? സാമാരി ഉണ്ട്, പിന്നെ ഡയബറ്റിക് റൈസ് ഉണ്ട്, കമ്പറവ ഉണ്ട്, മറയൂർ ശർക്കര, ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, അതേപോലെ തന്നെ നവരപ്പിട്ട്, ഗോതമ്പിന്റെ പുട്ടുപൊടി ഉണ്ട്. ഇതൊക്കെ ഹെൽത്തി പ്രോഡക്റ്റുകളാണ്. ഇത് രായി, ഇഡ്ഡലി, ദോശ. പിന്നെ വേറെ എന്തൊക്കെയുള്ളത്? കരിഞ്ജീരകത്തിന്റെ എണ്ണ ഉണ്ട്. വെറൈറ്റി സാധനങ്ങൾ പരിചയപ്പെടുത്തും, നല്ല ആൾക്കാർ ഇങ്ങോട്ട് വരുള്ളൂ. ഹെൽത്തി പ്രോഡക്റ്റുകളാണ്. ഇത് കരിഞ്ജീരകത്തിന്റെ എണ്ണ. ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ? ഇതിനൊക്കെ ഷുഗർ, കൊളസ്ട്രോള്, നല്ല ശോധന, മുടികൊഴിച്ചിൽ താരനേത് ഉപയോഗിക്കാം, അകാല നിര തടയും, തലയിൽ തേക്കാം. അത് 120, മറയൂർ ശർക്കര. പിന്നെ അതേപോലെ തന്നെ നല്ല ശോധന ഉണ്ടാവും. പിന്നെ നമ്മളെ കണ്ണിന് കാഴ്ചക്കുറവിന് ക്യാരറ്റ് ജ്യൂസിൽ ചേർത്ത് കഴിക്കാം. നിങ്ങൾക്ക് കുടവയറൊക്കെ കുറയ്ക്കാൻ കുമ്പളങ്ങാ നീരിൽ കഴിക്കാം. കരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞ എല്ലാ രോഗത്തിനും, മരണമില്ലാത്ത എല്ലാ രോഗത്തിനും ഷിഫ ഉണ്ട്. പിന്നെ ഒലീവ് ഓയിൽ ഉണ്ട്. ഒലീവ് ഓയിൽ, നാടൻ തേനുണ്ട്, കാട്ടുതേന്, കാശ്മീരി കുങ്കുമപ്പൂവിന്റെ തേനുണ്ട്. കുട്ടികൾക്ക് ബുദ്ധിശക്തി, ഓർമ്മശക്തിക്ക് ബ്രഹ്മി തേനുണ്ട്. നാടൻ പശു നെയ്യ്, കൂവപ്പൊടി, നെല്ലിക്ക കാന്താരി, നന്നാരി, വെറൈറ്റി എന്തൊക്കെയുള്ളത്? യൂറിക് ആസിഡ് ഒക്കെ വെറൈറ്റിയാണ്. ആപ്പിൾ വിനെഗർ, യൂറിക് ആസിഡിന്. ഇതാണ് സൈത്തൂൻ, ഒലീവ്. ഇത് തലയിൽ തേക്കാം, ഇത് കുടിക്കാം. പിന്നെ നമ്മളെ വേദനക്ക് ഇത് പരിപ്പ് കടച്ചിൽ വേദനകൾക്കൊക്കെ കരിഞ്ജീരകത്തിന്റെ എണ്ണ ചൂടാക്കി തേക്കാം. വട്ടച്ചൊറി, സോറിയാസിസിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. കരിഞ്ജീരകത്തിനെ പറ്റി പഠിച്ച ആളുകൾ സ്ഥിരമായിട്ട് വരുന്നതാണ്. പിന്നെ വേറെ ചെറുധാന്യങ്ങളായിട്ട് എല്ലാ ഐറ്റംസും ഉണ്ടല്ലേ? എല്ലാ ഐറ്റംസ് ഉണ്ട്. ഇവിടെ രക്തക്കുറവ്, അനീമിയ, ക്ഷീണം, വേദനകൾ, ജോയിന്റ് പെയിൻ ഒക്കെ പോകും. കറുത്ത മുന്തിരി, അഫ്ഗാനിസ്ഥാൻ ഫസ്റ്റ് വെള്ളത്തിലിട, രാത്രി കുറച്ച്, രാവിലെ വെറും വയറ്റിൽ അത് കുരുവോട് കൂടി കഴിക്കാം. നല്ല ശോധന ഉണ്ടോ? മോട്ടോർ സൈക്കിൾ കൊണ്ടിരിക്കും. പിന്നെയും കുറെ ഐറ്റംസുകൾ ഉണ്ടല്ലോ. എള്ളുമിഠായി, കടിച്ചാപ്പറിച്ച്, എവിടെ കടിച്ചാലും ടേസ്റ്റ് ആണ്. പിന്നെ അത് കൂടാതെ തന്നെ കുറെ ഐറ്റംസുകൾ ഉണ്ട്. റോസ്മേരി ഉണ്ട്, ചന്തയിൽ മാത്രം കിട്ടുന്ന ചില അപൂർവ ഇന സാധനങ്ങൾ. നമ്മളെ വയനാടൻ പുൽത്തൈല, ഹാൻഡ് വാഷ്, ഏറ്റവും നല്ല സാധനങ്ങളാണ്. ആര്യവേപ്പിന്റെ സോപ്പ്, പുതിനന്റെ സോപ്പ് 500 രൂപ കൊടുക്കുന്നു. മായങ്ങളോ ഒന്നുമില്ല, മായമില്ല. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ചിയ സീഡ്സ്, പിന്നെ ചിക്കൻ മസാല, ബീഫ് മസാല, ഗരം മസാല, സാമ്പാർ, കായ ഉണ്ടല്ലോ, ഉണക്കക്കായ, കുതിരശക്തി വരെ നിങ്ങളിലുണ്ട്. അതെങ്ങനെ റേറ്റ് വരുന്നത്? എങ്ങനെ? ഇത് 50 ഗ്രാമിന് 100 രൂപ. അത് എങ്ങനെ കഴിക്കേണ്ട രീതി? പാലിൽ കഴിക്കാം, തേനിൽ കഴിക്കാം, ജ്യൂസിൽ കഴിക്കാം. കുതിരശക്തി കിട്ടും. മുക്കുരം, അശ്വഗന്ധാണ്. ഇത് അശ്വഗന്ധം, ഇത് നായ്ക്കുരനെ പടി. ഇത് രണ്ടും ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ പറക്കും. അതെ. പിന്നെ അച്ചാറുകൾ, വിവിധ അച്ചാറുകൾ ഉണ്ടല്ലേ? തക്കാളി അച്ചാറ്,
തക്കാളി തക്കാളി ഒരു വെറൈറ്റി നല്ല മഞ്ചേരി ചന്തയിലെ നാടൻ പോത്തച്ചാറുണ്ട്. പോത്ത് നാടൻ പോത്ത് ബീഫ് അച്ചാർ. ബീഫ് അച്ചാറുണ്ട്. ചെമ്മീനുണ്ട്. ബീഫ് അച്ചാർ എങ്ങനെ റേറ്റ്? ബീഫ് അച്ചാർ 1 കിലോ 350. 350. പിന്നെ മാങ്ങച്ചാറ്, നാരങ്ങ അച്ചാറ്, പുളിഞ്ചി, നെല്ലിക്ക അച്ചാറ്, ചെള്ളി മാങ്ങ അച്ചാറ്, കാന്താരി മാങ്ങ, അതൊക്കെ വെറൈറ്റി അച്ചാറാണ്. സൂത് അച്ചാറ്, വലിയ റേറ്റ് ഒന്നുമില്ല. ചമ്മന്തിപ്പൊടി, ചുട്ടരച്ച ചമ്മന്തി, അതൊക്കെ മോട്ടോർ സൈക്കിൾ പോണായിരിക്കും പോകും. ചെമ്മീൻ അച്ചാറ്, മീൻ അച്ചാറ്, ഈത്തപ്പഴം അച്ചാറ്, ഈത്തപ്പഴം നാരങ്ങ അച്ചാറ്, ഒരുപാട് ഐറ്റംസ്. ഇത് നെല്ലിക്ക കാന്താരി ആദിവാസി ഉൽപ്പന്നത്താണ്. ഇത് ബ്രഹ്മി തന്നെയാണ്. കുട്ടികൾക്ക് ബുദ്ധിശക്തി ഓർമ്മശക്തിക്ക് ബ്രഹ്മി. അതെങ്ങനെ റേറ്റ്? ഇത് 300 രൂപ 300 ഗ്രാമാണ്. 100 ഗ്രാമിന്. കാശ്മീരി കുങ്കുമപ്പൂവിന്റെ തന്നെയാണ്. സൗന്ദര്യം. കാശ്മീരി കുങ്കുമത്തോട്ടത്തിലെ മമ്മൂട്ടി കഴിക്കുന്ന സാധനമാണ്. മമ്മൂട്ടി കഴിക്കുന്ന സാധനം. ഷാറൂഖ് ഖാനൊക്കെ നിത്യ യൗവനാണ്. അതെങ്ങനെ റേറ്റ്? ഇത് 400 രൂപ. എത്ര ഗ്രാമാണത്? ഇത് 300 ഗ്രാം. 300 ഗ്രാമിന് 400 രൂപ. സ്പൈസി സുഗന്ധവ്യഞ്ജന തേന്, റോസ് തേന്, കാന്താരി തേന്, കുടവയറ് വറുക്കാൻ, ഈ ധാതുപുഷ്ടി കൂട്ടുന്ന തേനുണ്ട്. കുട്ടികൾക്ക് തടി നന്നാവുള്ള തേൻ. ഒട്ടുമിക്ക എല്ലാ ഐറ്റംസുകളും ഉണ്ട് ഇവിടെ. അതൊരു വെറൈറ്റി സാധനമാണ്. പാൽക്കായം. അത് എത്ര രൂപ? 10 രൂപ. 10 രൂപ. കടിച്ചാ പറിച്ചി. തേങ്ങാ മിഠായി, എള്ള് മിഠായി, ഇത് സുറുമ ഗോജാത്തി, മുൾട്ടാനി മിട്ടി, ഒട്ടുമിക്ക എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. മസാല, ഗരം മസാല, പോപ്കോൺ ഉണ്ട്. പോപ്കോൺ ഇവിടെ നിങ്ങൾ എത്ര മണിക്ക് പഞ്ചായത്തിൽ എത്ര മണിക്ക് കച്ചവടം തുടങ്ങും? രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ ഉണ്ടാവും. 10 മണി തൊട്ടിട്ട് രാത്രി 10 മണി വരെ ഉണ്ടാവും. വളയിട്ട കൈകളാൽ വീട്ടിലുണ്ടാക്കി പലഹാരം 2:30 ഇവിടെ എത്താണ്ട്. എന്താ വരാനുള്ളത്? ചിക്കൻ ലോലിപോപ്പ്. അത് നമ്മുടെ സ്വന്തം പെണ്ണുങ്ങൾ വീട്ടിലുണ്ടാക്കുന്നു. അപ്പോൾ ഒട്ടുമിക്ക ഹെൽത്തി ആയിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണോ അതൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളാണ്. ഒട്ടുമിക്ക സാധനം നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ല. അൽഹംദുലില്ലാ. 45 വയസ്സായി. ഒരു കുട്ടീന്റെ വല്ലിപ്പയായി കണ്ടാ പറയില്ലല്ലേ? ചർമ്മം കണ്ട പ്രായം തോന്നൂല. ഇപ്പൊ ഈ വിശറിക്ക് ഇപ്പൊ നിങ്ങൾ എത്ര രൂപ കൊടുക്കണേ? ആൾക്കാര് വാങ്ങിയാലും 50 റുപ്യ കൊടുത്തരും. 50 റുപ്യ കൊടുക്കും. തൊപ്പിക്കോടയോ? 400 റുപ്യ. 400 റുപ്യ കൊടുക്കണോ? എന്തെങ്കിലും കുറയോ? അതില് അങ്ങനെ കുറച്ച് കൊടുത്താലും ഒന്നും ലാഭം ഉണ്ടാവില്ല. ലാഭം ഉണ്ടാവില്ല. നിങ്ങൾ ഉണ്ടാക്കണതായതുകൊണ്ട് സാധനം തൊപ്പിക്കട നമ്മൾ ഉണ്ടാക്കണതല്ല, വരുന്ന നമ്മള് ഉണ്ടാക്കിക്കുന്നതാണ്. അതിപ്പോ കുടപ്പനമ്മ കയറിയിട്ട് ഓലൊക്കെ വെട്ടിണ്ടാക്കി പാകത്തിനൊക്കെ ഉണ്ടാക്കിയിരിക്കണം. അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ടുണ്ട്. 400 കൊടുത്താലും മുതലാണ്. കൊടുത്താലും ഇപ്പൊ യഥാർത്ഥത്തിൽ ഉണ്ടാക്കണോ 400 മുതലാവില്ല. പിന്നെ ആ ഒരു രീതിയിൽ ഇങ്ങനെ വിറ്റ് പോവുകയാണ്. ഇപ്പൊ എന്താ വേറെ എന്തൊക്കെ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുള്ളത്? കൊട്ടക്കയില് മുറം. ഇപ്പൊ ഈ വലിയ മുറ, ഈ മുറൊക്കെ എന്തിനു ഉപയോഗിക്കുന്നത്? ഇതൊക്കെ വീട്ടുപകരണങ്ങള്. ഇപ്പൊ ഈ വലിയ മരത്തിന് എന്താ? ഇത് കൊട്ടയാണ്. വലിയ കൊട്ട ചോറ് ഊറ്റി വെക്കാന് ഹോട്ടലക്കാർ കൊണ്ടുപോകും. ഈ വലിയ കൊട്ടയ്ക്ക് എന്താ റേറ്റ് പറഞ്ഞേ? അത് 200 റുപ്യ. 200 റുപ്യ. ചോറൊക്കെ ഊറ്റാൻ വേണ്ടി ഉപയോഗിക്കാം അല്ലേ? പിന്നെ ഇത് കുറച്ച് ചെറുതുണ്ടല്ലേ, പച്ചക്കറി ഒക്കെ ഇടാൻ വേണ്ടി പറ്റുന്ന. ചിരട്ടക്കായിലാ വന്നിരിക്കുന്നത്. അതെങ്ങനെയാ റേറ്റ്? ഇത് ഒരെണ്ണം 30 രൂപ. 30 രൂപ ചിരട്ടക്കായില്. പിന്നെ ഇതെന്താ റേറ്റ്? ഈ കൊട്ടക്കായില് ഇത് ചോറ് ഊറ്റണ ഇത് 80 റുപ്യ. 80. ഓക്കെ. അത് 30-നും കിട്ടും. പക്ഷെ ഇത് ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റിയാണ്. പിന്നെ ചെറിയ വട്ടക്കൊട്ട ഉണ്ടല്ലോ അല്ലേ? എല്ലാ കൊട്ടയും. ഇതൊക്കെ എങ്ങനെ റേറ്റ്? ഈ വട്ടക്കൊട്ട ഇത് വില കൊടുക്കും. ഇത് 350 രൂപ. 350. ഇത് പറക്കൊട്ട എന്നാ പറയുന്നത്. പറക്കൊട്ട. നെല്ലളക്കാൻ, ചോറ് ഊറ്റിയിടാന്, പഴയകാലത്തൊക്കെ ചോറ് വിളമ്പാനൊക്കെ ഉപയോഗിക്കും. പിന്നെ നമ്മളെ മുറ ഉണ്ടല്ലോ, മുറം. മുറതാ. എന്താ റേറ്റ്? മുറ ഇത് പഴയ വീടി തിരക്കാർ ഉപയോഗിച്ചിരുന്ന മുറാണിത്. പിന്നെ ചേറാനും ഉപയോഗിക്കും. പിന്നെ ഈ മുറ ഇത് 350, ഇത് 200. പിന്നെ കൈതപ്പായ ഉണ്ടോ? കൈതപ്പായുണ്ട്. അതെങ്ങനെ റേറ്റ്? കൈതപ്പായ ഇത് ഒരെണ്ണം 500 രൂപ. 500. എത്ര സൈസ് വരുന്നത്? ഇത് 6.3. 6.3 തയ്യൽ 5.25. 5.25 ടു ഒരു 2.25 പിടിക്കാം അല്ലേ? 3 പിടിക്കാം. 5.25 ടു 3 പിടിക്കാം. അതെന്താ റേറ്റ്? ഇതിപ്പോ 500 രൂപ. 500 രൂപ. അത് കൂടാതെ നിങ്ങൾ ടാർപ്പായും കൊടുത്തിട്ടുണ്ട്. കമ്പനി വിലക്ക്. പിന്നെ കുറച്ച് നമ്മളെ തേങ്ങ പൊളിക്കണത്, കൈക്കോട്ട്, പിന്നെ പുട്ടുംകുറ്റി. ഇതാണ് വ്യത്യസ്തമായിട്ടുള്ളത് അല്ലേ? ഈ പുട്ടുംകുറ്റി ഇപ്പൊ എങ്ങനെയാ റേറ്റ്? ഇത് 170 രൂപ. മുള കൊണ്ട് ഉണ്ടാക്കുന്ന. ഓക്കെ. 170 അല്ലേ? പിന്നെ മൺചട്ടികളൊക്കെ ഉണ്ടല്ലോ അല്ലേ? മൺചട്ടികള് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് വെളിച്ചെണ്ണകളായിട്ട് ഒരു ഇക്ക വന്നിട്ടുണ്ട്. ഇക്ക, എന്താണ് നിങ്ങളെ വിശേഷങ്ങള്?
വെളിച്ചെണ്ണ വില കൂട്ടിയാ? വെളിച്ചെണ്ണ വില കൂടിയിട്ടുണ്ട്. നാളികേരത്തിന് നല്ല വില കാരണം. ഇപ്പൊ എങ്ങനെ വില വരുന്നത്? അതായത് ഇപ്പൊ നാളികേരത്തിന് വില, നാളികേരം നേരിട്ട് ആളുകളിൽ നിന്ന് ശേഖരിച്ചിട്ട് വെട്ടി ഉണക്കി ക്ലിയർ ആക്കി. ഇപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് വെട്ടി ഉണക്കണല്ലോ. ഇതെങ്ങനെ വെളിച്ചെണ്ണ എങ്ങനെ ലിറ്റർ എങ്ങനെയല്ല? 300 ലിറ്റർ. 300 ലിറ്ററിന്. പിന്നെ വേറെ എന്തൊക്കെ ഇവിടുന്നുള്ളത്? ഇവിടെ നല്ല മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇതൊക്കെ ഉണ്ട്. മുളക് പൊടി ഒക്കെ എങ്ങനെ റേറ്റ്? മുളക് പൊടി 230 റുപ്യ. 230. മല്ലിപ്പൊടിയോ? മല്ലിപ്പൊടി 150 റുപ്യ. 180. പിന്നെ വേറെ എന്തൊക്കെയാ ഇവിടുന്നുള്ളത് നിങ്ങള്? പിന്നെ രാവിപ്പൊടി ഉണ്ട് 70 റുപ്യ. രാവിപ്പൊടി കിലോ 70 റുപ്യ. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് വെക്കണുള്ളൂ അല്ലേ? അപ്പൊ നാടൻ വെളിച്ചെണ്ണ ആവശ്യം ഉണ്ടെങ്കിൽ നേരെ കൽപ്പകഞ്ചേരിയിൽ വരാം അല്ലേ? കൽപ്പകഞ്ചേരിയിൽ വന്നിട്ട് ഇക്കാൻ്റെ അടുത്ത് കണ്ടാൽ മതി, നല്ല നാടൻ വെളിച്ചെണ്ണ കിട്ടും. റേറ്റ് ഇപ്പോൾ ഏകദേശം 300 റുപ്യാണ് റേറ്റ്. ഇനി തേങ്ങയ്ക്ക് വില കുറയുകയാണെങ്കിൽ റേറ്റ് കുറയും അല്ലേ? തീർച്ചയായിട്ടും. തേങ്ങയ്ക്ക് നല്ല റേറ്റാണ്. തേങ്ങ 58 റുപ്യ നിലവിൽ വില. അപ്പോൾ വില കുറയുകയാണെന്നുവെച്ചെങ്കിൽ മൂപ്പരാൾ വില കുറയ്ക്കും, വെളിച്ചെണ്ണ വില കുറയ്ക്കും. പച്ചക്കറികൾ എന്താ വില? ചെറിയ ഉള്ളി 1 കിലോ 60 റുപ്യ. ചെറിയ ഉള്ളി കിലോ 60 റുപ്യ. പിന്നെ വെളുത്തുള്ളി 160. വലിയുള്ളി 1.5 കിലോ 50. 1.5 കിലോ വലിയുള്ളി 50 റുപ്യ. ഇഞ്ചിയോ? ഇഞ്ചി 1 കിലോ 50 റുപ്യ. ഇഞ്ചി കിലോ 50. ഉരുളൻകിഴങ്ങ് 1.5 കിലോ 50. 1.5 കിലോ 50. ചീപ്പ് റേറ്റിൽ നിങ്ങൾ വില കുറച്ച് കൊടുക്കണം. വില കുറച്ച് കൊടുക്കുന്നു ചന്തയില്. അതും കൽപ്പകഞ്ചേരി ചന്തയില്. അതെ. എത്ര മണിക്ക് അവിടെ കച്ചവടം തുടങ്ങാം? രാവിലെ 8 മണിക്ക് തുടങ്ങിയാൽ മതി. 8 മണിക്ക് തുടങ്ങി. എത്ര മണി വരെ ഏകദേശം ഉണ്ടാവും? 11 മണി വരെ ഉണ്ടാവും. 11 മണി വരെ ഏകദേശം ഉണ്ടാവും രാത്രി. സാധാരണ പച്ചക്കറി കഴിയാണെങ്കിൽ നേരത്തെ കാലത്ത് പോകും. അപ്പൊ പോവുകയും ചെയ്യും. അപ്പൊ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നേരത്തെ കാലത്ത് വരിക. വരിക. ചന്തേനെ പറ്റി പറയാനാണെങ്കിൽ എല്ലാ ചൊവ്വാഴ്ചയാണ് ഇവിടെ ചന്ത നടക്കാറ്. രാവിലെ ഏകദേശം 9 മണി തൊട്ടിട്ട് രാത്രി 10 മണി വരെ ഉണ്ടായിരിക്കും. ചന്തയുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ പുത്തനത്താണിൽ നിന്ന് തിരൂർക്ക് പോകുമ്പോൾ കൽപ്പകഞ്ചേരി പള്ളിയുടെ പുറകു വശത്തായിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടവർ കാണാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക. പറ്റുമെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് കൂടെ കൂടാൻ മറക്കണ്ട.